Hi everyone, BZYCT 131 Animal Diversityയുടെ യൂണിറ്റ് 1 ആനിമൽ ലൈക്ക് പ്രൊട്ടസ്റ്റ് പ്രോട്ടോസോവൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ആനിമൽ ഡൈവേഴ്സിറ്റി പേപ്പർ എന്ന് പറഞ്ഞാല് ഒരു വാസ്റ്റ് ആൻഡ് വേരീഡ് ആയിട്ടുള്ള ആനിമൽ വേൾഡിലേക്കുള്ള ഒരു ഫാസിനേറ്റിംഗ് ജേർണിയാണ്. അപ്പൊ ഈ ജേർണിയിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള യൂക്യാരിയോട്സ്, അതായത് സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് മുതൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മാമൽസിനെ വരെ നമ്മൾ പരിചയപ്പെടും. അവരുടെ ക്യാരക്ടേഴ്സ് പഠിക്കും, അവരുടെ എവല്യൂഷൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. അപ്പൊ നമുക്ക് ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് കണ്ടന്റ്സ് എന്ന് നോക്കിയാലോ. ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം പ്രൊട്ടിസ്റ്റ എന്താണ്, പിന്നീട് അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ്, പ്രൊക്യാരിയോട്സും യൂക്യാരിയോട്ടിക്സ് തമ്മിലുള്ള ഡിഫറൻസസ്, അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്, പിന്നെ പ്രോട്ടോസോവയുടെ ക്ലാസിഫിക്കേഷൻ. പ്രോട്ടോസോവയുടെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിലെ 2 ടൈപ്സ് ഉണ്ട്, മോഡേൺ ക്ലാസിഫിക്കേഷനും പിന്നെ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോയാലോ. ഏകദേശം 3.8 മുതൽ 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് സെൽ ഉണ്ടായത്. ആദ്യത്തെ കോശം ഉണ്ടാകുന്നത് 3.8 to 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. അത് ഉണ്ടായത് ഒരു പ്രൊക്യാരിയോട്ടിക് ബാക്ടീരിയ ആയിരുന്നു. ആ ഫസ്റ്റ് സെൽ ഇവോൾവ് ഒരു പ്രൊക്യാരിയോട്ടിക് ബാക്ടീരിയ ആയി മാറി. പിന്നീട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ഉണ്ടായി. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ നിന്നും സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ഉണ്ടായതിന് ഒരു തിയറി ഉണ്ട്. ആ തിയറിയുടെ പേരാണ് എൻഡോസിംബിയോട്ടിക് തിയറി, അല്ലെങ്കിൽ എൻഡോസിംബയോസിസ് എന്ന് പറയും. അതായത് ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിന്റെ ഉള്ളില്, മറ്റൊരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നതിനെയാണ് എൻഡോസിംബിയോസിസ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് എൻഗൾഫ് ചെയ്യപ്പെടുന്നതിനെയാണ് എൻഡോസിംബയോസിസ് എന്ന് പറയുന്നത്. അതായത് മില്യൺ ഇയേഴ്സ് മുമ്പ് ഭൂമിയിൽ ഓക്സിജൻ കണ്ടന്റ് കൂടി വന്നപ്പോൾ അനേറോബിക് ആയിട്ടുള്ള ജീവികൾക്ക്, അനേറോബിക് ആയിട്ടുള്ള പ്രൊക്യാരിയോട്സിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഓക്സിജൻ കണ്ടന്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും അവര് എയറോബിക് ബാക്ടീരിയാസിനെ എൻഗൾഫ് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു അനേറോബിക് ബാക്ടീരിയ ഒരു എയറോബിക് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നു. അതാണ് എൻഡോസിംബിയോട്ടിക് തിയറി എന്ന് പറയുന്നത്. അങ്ങനെയാണ് സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ഉണ്ടായത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി യൂക്യാരിയോട്സിനെ 2 ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാം. ഹെട്രോട്രോപ്സും ആൻസിസ്റ്റർ ആയിട്ടുള്ള യൂക്യാരിയോട്സും. ഹെട്രോട്രോപ്സിന് ഒരു എക്സാമ്പിൾ ആണ് പ്രോട്ടോസോവ. ഹെട്രോട്രോപ്സ് ആണ് പ്രോട്ടോസോവ. അതേപോലെ തന്നെ ആൻസിസ്ട്രൽ യൂക്യാരിയോട്സ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയെ എൻഗൾഫ് ചെയ്തിട്ട് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറി. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയെ എൻഗൾഫ് ചെയ്ത ആൻസിസ്ട്രൽ യൂക്യാരിയോട്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറിയത്. ഈ ക്ലോറോപ്ലാസ്റ്റ് പിന്നീട് ഗ്രീൻ ആൽഗയായിട്ടും പ്ലാന്റ്സ് ആയിട്ടും, ഗ്രീൻ പ്ലാന്റ്സും ഗ്രീൻ ആൽഗയായിട്ടും മാറി. 2 ഗ്രൂപ്പിനും ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായിട്ട് മാറി. ഇനി ലിവിങ് ഓർഗാനിസത്തിനെ, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ 3 ഡൊമൈൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആർക്കിയ, ബാക്ടീരിയ ആൻഡ് യൂക്യാരിയ. അങ്ങനെ 3 ഡൊമൈൻസ് ആയിട്ടാണ് ലിവിങ് ഓർഗാനിസത്തിനെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് യൂക്യാരിയയെ കുറിച്ചാണ്, യൂക്യാരിയോട്സിനെ കുറിച്ചാണ്. യു എന്ന് പറഞ്ഞാൽ ട്രൂ, ക്യാരിയൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. അപ്പൊ ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോ യൂക്യാരിയയില് 2 ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും. നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന പ്രോട്ടോസോവ ഇതിൽ യൂണിസെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം, ഗ്രീൻ ആൽഗെ, ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ. അപ്പൊ നമുക്ക് പ്രോട്ടോസോവയിലേക്ക് കടക്കാം. അതിനു മുന്നേ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ടേം നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് 1866 1866 ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രൊട്ടിസ്റ്റ എന്ന ടേം കോയിൻ ചെയ്തത്. ഇനി നമ്മൾ പ്രൊട്ടിസ്റ്റയെ പഠിക്കാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടിസ്റ്റ്സ് എപ്പോഴും ഡിസീസ് കോസിംഗ് ആണ്. മനുഷ്യന്മാർക്കും അതേപോലെ തന്നെ നമ്മുടെ സഹജീവികൾക്കും പലതരം അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ പ്രോട്ടിസ്റ്റുകൾ. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാനും ഈ ഡിസീസസ് ക്യൂർ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പ്രോട്ടിസ്റ്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയത്. പിന്നീട് പ്ലാന്റ്സ്, ഫംജൈ, ആനിമൽസ് ഇവരുടെയൊക്കെ എവല്യൂഷൻസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പ്രോട്ടിസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ അവരൊരു അക്വാട്ടിക് സിസ്റ്റംസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്കോളജിക്കൽ റോൾസ് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പ്രോട്ടിസ്റ്റുകൾ. അതുകൊണ്ടും നമ്മൾ
എന്ത് ചെയ്യുന്നു, പ്രോട്ടിസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ ഇവര് ഡിസീസ് കോസിംഗ് ആയതുകൊണ്ടും പിന്നീട് പ്ലാന്റ്സ്, ഫഞ്ചൈ, ആനിമൽസിന്റെ എവല്യൂഷൻസ് പഠിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ അക്വാട്ടിക് ഇക്കോസിസ്റ്റംസിലെ ഇവർ വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോള് കൊണ്ടും നമ്മൾ ഇവരെ പഠിക്കുന്നു. പക്ഷെ ഇവരുടെ എവല്യൂഷൻ, ഇവരുടെ മോർഫോളജി, ഇവരുടെ ജനറ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഇവരെല്ലാവരെയും കൂടി ഒരു കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ വന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രൊട്ടിസ്റ്റ അല്ലെങ്കിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടോസോവ അല്ലെങ്കിൽ പലതരം ഡൊമൈൻസ് ആയിട്ട് തിരിക്കുകയാണ് നമ്മൾ ഇവരെ ചെയ്തത്. പല പല വേരിയഡ് ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റി. ഈ പ്രോട്ടോസോവൻസിനെ പ്രിമിറ്റീവ് ആനിമൽസ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആനിമൽസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. പ്രോട്ടിസ്റ്റിലുള്ളത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്സ് മാത്രമാണ് പ്രോട്ടിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കിയാൽ നമ്മൾ പറഞ്ഞു, എന്താ പറയുക, പ്രിമിറ്റീവ് യൂക്യാരിയോട്സ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റുകൾ. പിന്നെ ഇവരുടെ ന്യൂട്രീഷൻ, ഇവരെങ്ങനെയാണ് ന്യൂട്രീഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പാരസിറ്റിക് എന്ന് പറഞ്ഞാൽ ഒരാളെ ആശ്രയിക്കുന്നു, ഒരു ഹോസ്റ്റിനെ ആശ്രയിക്കുന്നു, അയാളെ നശിപ്പിക്കുന്നു, അതാണ് പാരസിറ്റിസം. പ്രഡേറ്ററി, ഒരാളെ വേട്ടയാടി അയാളെ ഇരയാക്കി ന്യൂട്രീഷൻ എടുക്കുന്നു. പിന്നെ മിക്സോട്രോപ്സ്, രണ്ടും പാരസിറ്റിക് ആയിട്ടുള്ളവരും പ്രഡേറ്ററി ആയിട്ടുള്ളവരും ഉണ്ട്. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ളവരെയാണ് മിക്സോട്രോപ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ലോക്കോമോഷൻ നോക്കുകയാണെങ്കിൽ, അതൊരു മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ മോട്ടയിലാണ്, ചില ആൾക്കാർ നോൺ മോട്ടയിലാണ്. ചിലർക്ക് മൂവ് ചെയ്യാൻ പറ്റും, ചിലർ സ്റ്റേഷനറിയാണ്, അവിടെ തന്നെ നിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവരുടെ ജനറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ ജനറ്റിക്കലി റിലേഷൻ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്ലാന്റ്സ്, ഫഞ്ചൈ, ആനിമൽസ് ആയിട്ടാണ് ഇവർക്ക് റിലേഷൻ കൂടുതൽ. അതായത് പ്രോട്ടോസോൺസിനെ കണ്ടു കഴിഞ്ഞാൽ മോർഫോളജിക്കലി ഇവർ സെയിം ആയിരിക്കുമെങ്കിലും അവർ ജനറ്റിക്കലി കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ളത് മറ്റുള്ള പ്ലാന്റ്സ്, ഫഞ്ചൈ, ആനിമൽസ് ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ടാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയെ അബാൻഡൻ ചെയ്തിട്ട് പല പല ലീനിയേജസ് അല്ലെങ്കിൽ പല പല ഗ്രൂപ്പ്സ് ആയിട്ട് ഇവരെ മാറ്റി. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൊക്യാരിയോട്സും യൂക്യാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. പ്രോക്യാരിയോട്സ്, പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, ആദിമകാലത്തുള്ള, ക്യാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരാണ് പ്രൊക്യാരിയോട്സ്. ആൻഡ് യു എന്ന് പറഞ്ഞാൽ ട്രൂ, ശരിയായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ക്യാരിയോൺ ന്യൂക്ലിയസ്. അപ്പൊ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരാണ് പ്രൊക്യാരിയോട്സ് ആൻഡ് ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരാണ് യൂക്യാരിയോട്സ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെല്ലിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ പ്രൊക്യാരിയോട്സിൽ ഒരു 0.2 to 500 µm ആണ് ഇവരുടെ സെല്ലിന്റെ സൈസ്. വളരെ ചെറിയ സെൽ സൈസ് ആണ്. അതേപോലെ തന്നെ യൂക്യാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ്, ഫസ്റ്റ് നമുക്ക് ഹയർ പ്ലാന്റ്സ് നോക്കാം. 30 to 50 µm ആണെങ്കിൽ ആനിമൽസിന് 10 to 20 µm ആണ് അവരുടെ സെല്ലിന്റെ സൈസ്. സെൽ വോള് എന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ പ്രൊക്യാരിയോട്സിൽ നമുക്കറിയാം പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് അല്ലെ. പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് പ്രൊക്യാരിയോട്സിൽ സെൽ വോള് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സിൽ സെല്ലുലോസ്, ആനിമൽസിൽ സെൽ വോള് ആബ്സെന്റ് ആണ്. ആനിമൽസിൽ സെൽ വോൾസ് ഇല്ല, പ്ലാന്റ്സിൽ സെല്ലുലോസിക് ആണ്, പ്രൊക്യാരിയോട്സിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. എൻഡോ മെംബ്രെയിൻസ് നോക്കുകയാണെങ്കിൽ പ്രൊക്യാരിയോട്സിൽ ആബ്സെന്റ് ആണ്. യൂക്യാരിയോട്സിലെ പ്ലാന്റ്സിലും ആനിമൽസിലും എൻഡോ മെംബ്രെയിൻസ് പ്രസന്റ് ആണ്. ക്രോമസോം വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംഗിൾ ആണ്, സർക്കുലർ ആണ്. ഹിസ്റ്റോൺസ് ഒന്നും പ്രൊക്യാരിയോട്സിൽ ഇല്ല. ഇനി യൂക്യാരിയോട്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ ആണ്, ലീനിയർ ആണ്, ഹിസ്റ്റോൺസും പ്രസന്റ് ആണ് പ്ലാന്റ്സിലും ആനിമൽസിലും. ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു പ്രൊക്യാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. യൂക്യാരിയോട്സിൽ പ്ലാന്റ്സിലും ആനിമൽസിലും ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. റൈബോസോംസ് പ്രോട്ടീൻ മേക്കിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. റൈബോസോംസ് പ്രൊക്യാരിയോട്സിൽ വളരെ ചെറുതാണ്, 70S ആണ്. യൂക്യാരിയോട്സിലും പ്ലാന്റ്സിലും ആനിമൽസിലും വലിയ ലാർജർ ആയിട്ടുള്ള റൈബോസോംസും 80S ആണ് അവരിൽ കാണപ്പെടുന്നത്, പ്ലാന്റ്സിലും ബോത്ത് ആനിമൽസ്. മൈറ്റോകോൺട്രിയ നോക്കുകയാണെങ്കിൽ പ്രൊക്യാരിയോട്സിൽ മൈറ്റോകോൺട്രിയ ആബ്സെന്റ് ആണ്. യൂക്യാരിയോട്സിൽ പ്ലാന്റ്സിലും ആനിമൽസിലും മൈറ്റോകോൺട്രിയ പ്രസന്റ് ആണ്. പ്ലാസ്റ്റിഡ്സും മൈറ്റോകോൺട്രിയ പോലെ തന്നെ പ്രൊക്യാരിയോട്സിൽ ആബ്സെന്റ് ആണ്. യൂക്യാരിയോട്സിലെ പ്ലാന്റ്സിലും ആനിമൽസിലും മൈറ്റോകോൺട്രിയ പ്രസന്റ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് നോക്കുമ്പോൾ ഫ്ലജല്ലയും സീലിയും പ്രൊക്യാരിയോട്സിൽ പ്രസന്റ് ആണ്. പക്ഷെ അവർ വെറുതെ സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ്. ഇനി യൂക്യാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ ഫ്ലജല്ലയും സീലിയും പ്ലാന്റ്സിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ആനിമൽസിൽ പ്രസന്റ് ആണ്, പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൈസ്, പ്രൊക്യാരിയോട്സിൽ ചെറിയ സൈസ് 0.2 to 500 µm.
ആൻഡ് യൂക്യാരിയോട്സിൽ പ്ലാന്റ്സിൽ 30-50, ആനിമൽസിൽ 10-20. ആൻഡ് സെൽ വോള് പ്രൊക്യാരിയോട്സിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ, പ്ലാന്റ്സിലെ സെല്ലുലോസിക്, ആനിമൽസിൽ സെൽ വോൾ ആബ്സെന്റ് ആണ്. എൻഡോമെംബ്രെയിൻസ്, പിന്നെ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ് ഇതൊക്കെ പ്രൊക്യാരിയോട്സിൽ ആബ്സെന്റ് ആണ്, പക്ഷെ യൂക്യാരിയോട്സിൽ പ്രസന്റ് ആണ്. ആനിമൽസിൽ പ്ലാസ്റ്റിഡ്സ് ആബ്സെന്റ് ആണ്. ഫ്ലജല്ല ആൻഡ് സീലിയ നോക്കുകയാണെങ്കിൽ പ്രൊക്യാരിയോട്സിൽ പ്രസന്റ് ആണ്, സിമ്പിൾ ആണ്. പ്ലാന്റ്സിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്, ആനിമൽസിൽ പ്രസന്റ് ആണ്, കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ക്രോമസോംസ് നോക്കുകയാണെങ്കിൽ പ്രൊക്യാരിയോട്സിൽ സിംഗിൾ ആണ്, സർക്കുലർ ആണ്, ഹിസ്റ്റോൺസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. യൂക്യാരിയോട്സിൽ മൾട്ടിപ്പിൾ ആണ്, ലീനിയർ ആണ്, അതേപോലെ തന്നെ ഹിസ്റ്റോൺസിന്റെ പ്രസൻസും ഉണ്ട്. ഇതൊക്കെയാണ് പ്രൊക്യാരിയോട്സും യൂക്യാരിയോട്സും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസ്. നമ്മൾ പറഞ്ഞു പ്രോട്ടോസോവൻസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, അതേപോലെ തന്നെ മോഡേൺ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിൽ ഇവിടെ 4 ഗ്രൂപ്പ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്ലജല്ലേറ്റ്സ്. ഫ്ലജല്ലേറ്റ്സ് എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഫ്ലജല്ല, ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലജല്ലയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂഗ്ലീനയാണ് ഫ്ലജല്ലേറ്റ്സിന്റെ എക്സാമ്പിൾ. അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ ഫ്ലജല്ലയാണ്. അടുത്ത ഗ്രൂപ്പാണ് അമീബ നമുക്കറിയാം. അപ്പൊ അമീബയുടെ ലോക്കോമോട്ടറി ഓർഗൻ സ്യൂഡോപോഡിയ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫേക്ക് എന്നാണ് അർത്ഥം, പോഡിയ എന്ന് പറഞ്ഞാൽ ഫീറ്റ്. അപ്പൊ ഫേക്ക് ആയിട്ടുള്ള ഫീറ്റ് ഉള്ള ആൾക്കാരാണ് അമീബയുടെ ഒരു എക്സാമ്പിൾ ആണ് അമീബ. അടുത്തത് സ്പോറോസോവൻസ് ആണ്. സ്പോറോസോവൻസിലെ ലോക്കോമോട്ടറി ഓർഗൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. അവരുടെ ഒരു എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. നമ്മുടെ മലേറിയ ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അടുത്ത ഗ്രൂപ്പ് സീലിയ എന്ന് പറയുന്ന ലോക്കോമോട്ടറി ഓർഗൻ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സീലിയേറ്റ്സ്. എക്സാമ്പിൾ നമുക്കറിയാവുന്ന ഒരാളാണ് പാരമീസിയം. അപ്പൊ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷനിലെ പ്രോട്ടോസോവൻസിനെ 4 തിരിച്ചിട്ടുണ്ട്: ഫ്ലജല്ലേറ്റ്സ്, അമീബെ, സ്പോറോസോവൻസ് ആൻഡ് സീലിയേറ്റ്സ്. ഫ്ലജല്ലേറ്റ്സിലെ ഫ്ലജല്ല പ്രസന്റ് ആണ്, എക്സാമ്പിൾ യൂഗ്ലീന. അമീബയിലെ സ്യൂഡോപോഡിയാണ് ലോക്കോമോട്ടറി ഓർഗൻ, അവരുടെ എക്സാമ്പിൾ അമീബയാണ്. സ്പോറോസോവൻസിലെ ലോക്കോമോട്ടറി ഓർഗൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്, എക്സാമ്പിൾ പ്ലാസ്മോഡിയം. ഗ്രൂപ്പ് സീലിയേറ്റ്സിലെ ലോക്കോമോട്ടറി ഓർഗൻ സീലിയാണ്, അവരുടെ എക്സാമ്പിൾ ആണ് പാരമീസിയം. അപ്പൊ ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. നമുക്ക് മോഡേൺ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. മോഡേൺ ക്ലാസിഫിക്കേഷൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഒരു ലിസ്റ്റ്, ഒരു ടേബിൾ ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മറ്റൊരു ടേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ടേബിളിൽ നമുക്ക് പഠിക്കാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. പ്രോട്ടോസോവനെ 4 സൂപ്പർ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റ, ആൻഡ് ദെൻ SAR സാർക്ലേഡ്. SAR ക്ലേഡ് എന്നാ പറയുന്നത്, സാർക്ലേഡ്. അടുത്തത് ആർക്കിപ്ലാസ്റ്റിഡ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂണിക്കോണ്ട. അങ്ങനെ 4 ഗ്രൂപ്പുകളായിട്ട്, 4 സൂപ്പർ ഗ്രൂപ്പുകളായിട്ടാണ് പ്രോട്ടോസോവയെ തിരിച്ചിരിക്കുന്നത്. ഇവരെ വീണ്ടും ഫൈലംസ് ആയിട്ടും സബ് ഫൈലംസ് ആയിട്ടും ഇനി അവരെ വീണ്ടും ക്ലാസ്സുകളായിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എക്സ്കവേറ്റ നോക്കാം. എക്സ്കവേറ്റയെ 3 ഗ്രൂപ്പുകളായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്: ഫൈലം ഡിപ്ലോമൊണാഡ്സ് ആൻഡ് ഫൈലം പാരാബൈസാല ആൻഡ് ഫൈലം യൂഗ്ലിനോസോവെ. അങ്ങനെ 3 ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂഗ്ലിനോസോവയെ വീണ്ടും കൈനറ്റോപ്ലാസ്റ്റ, യൂഗ്ലീനിഡ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എക്സ്കവേറ്റയിലേക്ക് കിടക്കാം. സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റ. ഇവിടെയുള്ള എക്സ്കവേറ്റ എന്ന് പറയുന്ന സൂപ്പർ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള സൈറ്റോസ്കെൽറ്റൽ ഫീച്ചേഴ്സ് ആയിരിക്കും. സൈറ്റോസ്കെൽറ്റൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് സൈറ്റോപ്ലാസം, അതിലുള്ള പ്രോട്ടീൻസ്, അവരുടെ ഫ്രെയിം വർക്ക്. ഈ സൈറ്റോസ്കെൽറ്റൺ ആണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, ഷേപ്പ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ സഹായിക്കുന്നത് സൈറ്റോസ്കെൽറ്റൺ ആണ്. അപ്പൊ എക്സ്കവേറ്റ സൂപ്പർ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള സൈറ്റോസ്കെൽറ്റൽ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇനി ഇവരുടെ മേജർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്വിഷിംഗ് മോർഫോളജിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്കവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീഡിംഗ് ഗ്രൂപ്പ് ഇവർക്കുണ്ട്. എക്സ്കവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗപ്പ് ചെയ്യുക, കുഴിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് എക്സ്കവേറ്റ് ചെയ്യുക എന്നതിന്. അപ്പൊ അവരുടെ സെല്ലിന്റെ ഒരു സൈഡിലായിട്ട് ഒരു എക്സ്കവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീഡിംഗ് ഗ്രൂ ഉണ്ട്. അവർക്ക് ഫീഡ് ചെയ്യാൻ, അവരുടെ ഫുഡ് ഫീഡ് ചെയ്യാനുള്ള ഒരു ഗ്രൂ ആണത്. അത് എക്സ്കവേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അവർക്ക് എക്സ്കവേറ്റ എന്ന പേര് വന്നത്. എക്സ്കവേറ്റ അതൊരു സെല്ലിന്റെ വൺ സൈഡിലാണ് കാണപ്പെടുന്ന ഈ ഫീഡിംഗ് ഗ്രൂവ്. ഇനി അവരുടെ ന്യൂട്രീഷൻ നോക്കുവാണെങ്കിൽ അവർ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സിംബയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വേരിഡ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ് എക്സ്കവേറ്റയിൽ കാണപ്പെടുന്നത്.
ഇനി മൈറ്റോകോൺട്രിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ എക്സ്കവേറ്റിലെ ചില ആൾക്കാർക്ക് മൈറ്റോകോൺട്രിയ റെഡ്യൂസ്ഡ് ആണ്, ചിലർക്ക് മൈറ്റോകോൺട്രിയ മോഡിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും ഉണ്ട്. ചിലർക്ക് ഫ്ലജല്ല ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ എക്സ്കവേറ്റയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചർ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഒരു സെല്ലിന്റെ ഒരു സൈഡിലായിട്ട് എക്സ്കവേറ്റഡ് ആയിട്ടുള്ള ഫീഡിംഗ് ഗ്രൂവ് കാണപ്പെടുന്നു. അവരുടെ മൈറ്റോകോൺട്രിയ റെഡ്യൂസ്ഡ് ആയിരിക്കാം, ചിലർക്ക് മോഡിഫൈഡ് ആയിരിക്കാം, ചിലർക്ക് ഫ്ലജല്ല കാണപ്പെടുന്നു. ന്യൂട്രീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരസിറ്റിക്, പ്രഡേറ്ററി, ഹെട്രോട്രോപ്സ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരും എക്സ്കവേറ്റയിലുണ്ട്. ഇനി നമുക്ക് എക്സ്കവേറ്റയെ വീണ്ടും നമുക്ക് തരംതിരിക്കാം. സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റയിലെ ആദ്യത്തെ ഫൈലം ഡിപ്ലോമൊണാഡ. ഡിപ്ലോമൊണാഡ എന്ന് പറയുന്ന ആൾക്കാര് അനേറോബിക് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതായത് ഓക്സിജൻ ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അനേറോബിക് എൻവയോൺമെന്റിലാണ് ഡിപ്ലോമൊണാഡ്സ് ജീവിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാല് അവരുടെ മൈറ്റോകോൺട്രിയ വളരെ റെഡ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഓക്സിജൻ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവരുടെ മൈറ്റോകോൺട്രിയ റെഡ്യൂസ്ഡ് ആയിട്ട് മൈറ്റോസോംസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പൊ മൈറ്റോകോൺട്രിയ റെഡ്യൂസ്ഡ് ആയിട്ട് മൈറ്റോസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ അനേറോബിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് അവർ ജീവിക്കുന്നത്. ഇനി അവരുടെ ന്യൂട്രീഷൻ ആണെങ്കിൽ അവർ കമൻസാലിസം ഷോ ചെയ്യുന്നു, പാരസിറ്റിസം ഷോ ചെയ്യുന്നു. കമൻസാലിസം എന്ന് പറഞ്ഞാല് ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നു. അതായത് ഒരു കമൻസല് എന്ത് ചെയ്യുന്നു, ഒരു ഹോസ്റ്റിനെ ആശ്രയിക്കുന്നു. ഹോസ്റ്റിൽ നിന്നും ഇയാൾക്ക് ന്യൂട്രീഷൻ കിട്ടുന്നു, ഇയാൾക്ക് ജീവിക്കാനുള്ള സ്പേസ് കിട്ടുന്നു. പക്ഷെ ഈ ഹോസ്റ്റിന് പ്രത്യേകിച്ച് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല. അതിനാണ് കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കമൻസൽസും ആണ്, അതേപോലെ തന്നെ പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവരിൽ രണ്ട് സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയൈ കാണപ്പെടുന്നു. ഇവരുടെ ബോഡിയുടെ ഉള്ളില്, ഇവരുടെ സെല്ലിന്റെ ഉള്ളില് എന്ത് കാണപ്പെടുന്നു, സിമിലർ ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയാണ് കാണപ്പെടുന്നത്. ഈ രണ്ട് ന്യൂക്ലിയോടും അനുബന്ധിച്ച് 4 വീതം ഫ്ലജല്ലയും കാണപ്പെടുന്നു. എന്താ പറഞ്ഞത്, ഇവർക്ക് സിമിലർ ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയൈ ഉണ്ട്. അതേപോലെ തന്നെ ഈ ന്യൂക്ലിയോട് അസോസിയേറ്റ് ചെയ്തിട്ട് 4 വീതം ഫ്ലജല്ലയുണ്ട്. ഒരാൾക്ക് 4 ഫ്ലജല്ല, അടുത്ത ന്യൂക്ലിയയ്ക്ക് 4 ഫ്ലജല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാഡിയ ഇൻഡസ്റ്റിനാലിസ് അല്ലെങ്കിൽ ഓൾഡ് മാൻ ഓഫ് ഇൻഡസ്റ്റൈൻസ് എന്ന് പറയും. അവരൊരു പാരസൈറ്റ് ആണ്, അല്ലെങ്കിൽ അവരൊരു പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് ഹ്യൂമൻസിന് ഡയേറിയ, അബ്ഡോമിനൽ ക്രാംസ് ഒക്കെ കോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡിപ്ലോമൊണൈറ്റ്സിന്റെ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ, അവരുടെ മൈറ്റോകോൺട്രിയ റെഡ്യൂസ്ഡ് ആയിട്ട് മൈറ്റോസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ അനേറോബിക് എൻവയോൺമെന്റിലാണ് കാണപ്പെടുന്നത്. അവർ കമൻസൽസും പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവർക്ക് സിമിലർ ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയൈ ഉണ്ട്. ഓരോ ന്യൂക്ലിയയോടും അസോസിയേറ്റ് ചെയ്തിട്ട് 4 വീതം ഫ്ലജല്ലയും കാണപ്പെടുന്നു. എക്സാമ്പിൾ ഗാഡിയ ഇൻഡസ്റ്റിനാലിസ് അല്ലെങ്കിൽ ഓൾഡ് മാൻ ഓഫ് ഇൻഡസ്റ്റൈൻസ് എന്ന് പറയുന്നു. ഹ്യൂമൻസിൽ ഡയേറിയ, അബ്ഡോമിനൽ ക്രാംസ് ഒക്കെ കോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഗാഡിയ ഇൻഡസ്റ്റിനാലിസ്. ഇനി ഇവരുടെ പിക്ചർ നോക്കാം. റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള പിക്ചറാണ് ഗാഡിയ ഇൻഡസ്റ്റിനാലിസിന്റെ. ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതിൽ നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയൈ. ആ കണ്ണ് പോലെയുള്ള രണ്ട് ഐസ് പോലുള്ള സ്ട്രക്ചർ, രണ്ട് ന്യൂക്ലിയൈ. ആ രണ്ട് ന്യൂക്ലിയയോടും അസോസിയേറ്റ് ചെയ്തിട്ട് 4 വീതം ഫ്ലജല്ലയും നമുക്ക് കാണാം. 1, 2, 3 ആൻഡ് 4. അങ്ങനെ രണ്ട് സൈഡിലായിട്ട് 8 ഫ്ലജല്ല. ഒരു ന്യൂക്ലിയയ്ക്ക് 4 വീതം 8 ഫ്ലജല്ല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഗാഡിയ ഇൻഡസ്റ്റിനാലിസ് അല്ലെങ്കിൽ ഡിപ്ലോമൊണാഡിന്റെ ഒരു കോമൺ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി നമ്മൾ സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റയിലെ അടുത്ത ഫൈലത്തിലേക്ക് കടക്കുകയാണ്. ഫൈലം പാരാബൈസാല. പാരാബൈസാല എന്ന് പറയുന്ന സ്ട്രക്ചർ ജീവികളിൽ അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ റെഡ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മൈറ്റോകോൺട്രിയ ഇല്ല. ഇനി ഈ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ വിളിക്കുന്ന പേര് ഹൈഡ്രോജിനോസോംസ് എന്നാണ്. ഈ ഹൈഡ്രോജിനോസോംസ് എന്ന് വിളിക്കാൻ കാരണമുണ്ട്. ഇവര് ATP അനൈറോബിക്കലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്. അതുകൊണ്ടാണ് ഹൈഡ്രോജിനോസോംസ് എന്നിവരെ മൈറ്റോകോൺട്രിയെ വിളിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഇല്ല. ഇവരുടെ മൈറ്റോകോൺട്രിയ വളരെ റെഡ്യൂസ്ഡ് ആണ്. അതിനെ ഹൈഡ്രോജിനോസോംസ് എന്ന് വിളിക്കുന്നു. കാരണം അവരെ ATP അനൈറോബിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. ഇനി ഇവരുടെ സ്ട്രക്ചറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ആക്സോസ്റ്റൈൽ എന്ന് പറയുന്നത്. ആക്സോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിഫൻഡ് ആയിട്ടുള്ള റോഡാണ്. ഒരു റോഡ് സ്റ്റിഫൻഡ് ആയിട്ടുള്ളത്, അത് അവരുടെ അവരുടെ ബോഡിയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ
എലോങ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അതായത് അവരുടെ ബോഡിയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ ഒരു സ്റ്റിഫൻഡ് ആയിട്ടുള്ള റോഡ് കാണപ്പെടുന്നു. അതിനാണ് ആക്സോസ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ആക്സോസ്റ്റൈൽ എന്ന് പറയുന്നത് പാരാബൈസാലയുടെ ഒരു ഫീച്ചറാണ്. അതേപോലെ തന്നെ അവർക്കൊരു സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. നമ്മുടെ ഡിപ്ലോമൊണാഡ്സിനെ നോക്കുകയാണെങ്കിൽ 2 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. ആ ന്യൂക്ലിയസിൽ സെവറൽ ഫ്ലജൽ അറ്റാച്ച്ഡ് ആണ്. ഡിപ്ലോമൊണാഡ്സിൽ 2 സിമിലർ ന്യൂക്ലിയൈ, അവരിൽ ഓരോരുത്തർക്കും 4 വീതം ഫ്ലജൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരാബൈസാലയിൽ സിംഗിൾ ന്യൂക്ലിയൈ ആണ്, അതിനോട് സെവറൽ ഫ്ലജൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ന്യൂട്രീഷൻ ഇവരെല്ലാവരും പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് പാരാബൈസാലയിൽ ഉള്ളത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ട്രൈക്കോമോണാസ് വജൈനാലിസ് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. മെന്നിലും വുമണിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു പാരസൈറ്റ് ആണ് ട്രൈക്കോമോണാസ് വജൈനാലിസ്. ട്രൈക്കോമോണാസ് വജൈനാലിസിന്റെ ഒരു പിക്ചർ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്, 2 എക്സാമ്പിൾസ് ആണ് ട്രൈക്കോനിംഫ ആൻഡ് മിക്സോട്രിക്കിയ. ട്രൈക്കോനിംഫ ആൻഡ് മിക്സോട്രിക്കിയ ജീവിക്കുന്നത് ടെർമൈറ്റിന്റെയും വുഡ് റോച്ചസിന്റെയും ഗട്ടിലാണ്. അതായത് വുഡ് കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഗട്ടിലാണ് ഈ ട്രൈക്കോനിംഫയും മിക്സോട്രിക്കിയും ജീവിക്കുന്നത്. അവര് ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പിലാണ് ജീവിക്കുന്നത്. അവരുടെ പിക്ചർ നമുക്ക് കാണാം ഇവിടെ. ആക്സോസ്റ്റൈല്, താഴെ ആക്സോസ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവരുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റിഫൻ റോഡായിട്ട് ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആക്സോസ്റ്റൈല്. അതേപോലെ തന്നെ അവർക്കൊരു സിംഗിൾ ന്യൂക്ലിയസ് ഉണ്ട്. സിംഗിൾ ന്യൂക്ലിയസിനോട് സെവറൽ ആയിട്ടുള്ള ഫ്ലജല്ല അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫൈലം നോക്കുകയാണെങ്കിൽ സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റയിലെ ഫൈലം യൂഗ്ലീനോസോവ. നമ്മൾ കേട്ടിട്ടുണ്ട്, യൂഗ്ലീന നമ്മൾക്ക് നല്ല പരിചയമുള്ള വേർഡാണ്, ഒരാളാണ്. അപ്പൊ ഈ ഫൈലം യൂഗ്ലീനോസോവ ഇവരുടെ ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ ഇവർ പ്രഡേറ്ററി ഹെട്രോട്രോപ്സ് ആണ്, പ്രഡേഷൻ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മിക്സോട്രോപ്സ് ആണ്. ചില സമയത്ത് ഹെട്രോട്രോപ്സ് ആയിട്ടും ചില സമയത്ത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടും ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് മിക്സോട്രോപ്സ്. അതേപോലെ തന്നെ പാരസൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരും യൂഗ്ലീനോസോവയിലുണ്ട്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവരില് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മൈക്രോ ട്യൂബ്യൂൾസ് സെൽ മെംബ്രെയിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പെല്ലിക്കിൾ പോലെ സ്റ്റിഫൻ ചെയ്തിരിക്കുന്നു. അതായത് മൈക്രോ ട്യൂബ്യൂൾസ് ഇവരുടെ സെൽ മെംബ്രെയിന്റെ തൊട്ട് താഴെ ബിലോ ആയിട്ട് ഒരു സ്റ്റിഫൻ ആയിട്ടുള്ള പെല്ലിക്കിളായിട്ട് ഫോം ചെയ്തിരിക്കുന്നു. അതാണ് യൂഗ്ലീനോസോവയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവരുടെ ഫ്ലജല്ലയുടെ ഉള്ളില് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഫ്ലജല്ലയുടെ ഉള്ളില് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അത് ഒന്നെങ്കിൽ സ്പൈറൽ ആയിരിക്കും അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ യൂഗ്ലീനോസോവ പറഞ്ഞു, യൂഗ്ലീനയാണ് എക്സാമ്പിൾ. അവർ പ്രഡേറ്ററി ഹെട്രോട്രോപ്സ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, അതേപോലെ തന്നെ മിക്സോട്രോപ്സും ആണ്, പാരസൈറ്റ്സും ഉണ്ട്. അവരുടെ മെയിൻ ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ്, ഒന്ന് അവരുടെ മൈക്രോ ട്യൂബ്യൂൾസ് സെൽ മെംബ്രെയിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റിഫൻഡ് പെല്ലിക്കിളായിട്ട് ഫോം ചെയ്യുന്നു. 2 ഫ്ലജല്ലത്തിൽ കാണപ്പെടുന്ന റോഡ്സ് ഒന്നെങ്കിൽ സ്പൈറൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ആണ്. ഇതാണ് യൂഗ്ലീനോസോവയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത്. യൂഗ്ലീനോസോവയെ സബ് ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന സബ് ഫൈലമാണ് കൈനറ്റോപ്ലാസ്റ്റ. കൈനറ്റോപ്ലാസ്റ്റയിൽ നോക്കുകയാണെങ്കിൽ കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഇവരുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഓർഗനൽ എന്ന് പറയുന്നത്. ഈ കൈനറ്റോപ്ലാസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാല് ഫ്ലജല്ലത്തിന്റെ ബേസൽ ബോഡി, അതൊക്കെ ഫ്ലജല്ലം ഫോം ചെയ്യുന്ന സ്ഥലം ബേസൽ ബോഡി അല്ലെങ്കിൽ കൈനറ്റോസോം എന്നാണ് പറയുന്നത്. ഈ കൈനറ്റോസോമും മൈറ്റോകോൺട്രിയ, ലാർജ് മാസ് ഓഫ് DNA ഉള്ള മൈറ്റോകോൺട്രിയയും കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഫോം ചെയ്തിരിക്കുന്നത്. കൈനറ്റോപ്ലാസ്റ്റയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് കൈനറ്റോപ്ലാസ്റ്റ്. ഈ കൈനറ്റോപ്ലാസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാല് ലാർജ് മാസ് ഓഫ് DNA ഉള്ള മൈറ്റോകോൺട്രിയയും അതേപോലെ തന്നെ ഫ്ലജല്ലയുടെ ബേസൽ ബോഡിയും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടാണ് കൈനറ്റോപ്ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ കൈനറ്റോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ സബ് ഫൈലത്തിന് കൈനറ്റോപ്ലാസ്റ്റ എന്ന് പേര് വന്നത്. ഇനി കൈനറ്റോപ്ലാസ്റ്റിക്സ് സിംബയോട്ടിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സിംബയോട്ടിക് ആയിട്ടാണ് ജീവിക്കുന്നത്. അവരില് പാത്തോജനിക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവര് മോസ്റ്റ്ലി സിംബയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇവര് പല ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്സിൽ കാണപ്പെടുന്നു. ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ്, മറൈൻ, അതുപോലെ മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്,
അതേപോലെ തന്നെ പ്ലാന്റ്സിലും ആനിമൽസിലും പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും കൈനറ്റോപ്ലാസ്റ്റയിലുണ്ട്. കൈനറ്റോപ്ലാസ്റ്റയെ പിന്നീട് വീണ്ടും ക്ലാസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൈനറ്റോപ്ലാസ്റ്റയുടെ ആദ്യത്തെ ക്ലാസ് ആണ് ട്രൈപ്പനോസൊമാറ്റിഡെ. ട്രൈപ്പനോസൊമാറ്റിഡയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റയില് ഫൈലം ഡിപ്ലോമൊണാഡ്സ് കഴിഞ്ഞുള്ള അടുത്ത ഫൈലമാണ് ഫൈലം പാരാബൈസാല. പാരാബൈസാലയും ഡിപ്ലോമൊണാഡ്സ് പോലെ തന്നെ മൈറ്റോകോൺട്രിയ ഫംഗ്ഷനിലല്ല, അല്ലെങ്കിൽ അവർ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോംസ് ആണ്. ഇവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയെ വിളിക്കുന്ന പേര് ഹൈഡ്രോജിനോസോംസ് എന്നാണ്. ഹൈഡ്രോജിനോസോംസ് എന്ന് വിളിക്കാനായിട്ട് കാരണമുണ്ട്, ഇവർ ATP അനൈറോബിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഈ റെഡ്യൂസ്ഡ് മൈറ്റോകോൺട്രിയെ ഹൈഡ്രോജിനോസോംസ് എന്ന് വിളിക്കുന്നത്. ഡിപ്ലോമൊണാഡ്സിലെ മൈറ്റോസോംസ് ആണെങ്കിൽ പാരാബൈസാലയിലെ ഹൈഡ്രോജിനോസോംസ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവരുടെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിൽ, ഇവരുടെ ബോഡിയുടെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിൽ മുഴുവനായിട്ടും ഒരു മൈക്രോ ട്യൂബ്യൂൾസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റിഫനിങ് റോഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. അതായത് മൈക്രോ ട്യൂബ്യൂൾസ് കൊണ്ടുള്ള ഒരു സ്റ്റിഫൻഡ് റോഡ് ഇവരുടെ ബോഡിയുടെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിൽ എലോങ് ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് ആക്സോസ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പാരാബൈസാല എന്ന പേര് വരാൻ കാരണം പാരാബൈസൽ ബോഡി എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഇവർക്കുള്ളത് കൊണ്ടാണ്. ഈ പാരാബൈസൽ ബോഡി മറ്റൊന്നുമല്ല, ഗോൾഗി കോംപ്ലക്സിന്റെ മോഡിഫൈഡ് ആയിട്ടുള്ള റീജിയൻ ആണ് പാരാബൈസൽ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ പാരാബൈസൽ ബോഡി ഉള്ളത് കൊണ്ടാണ് ഇവരെ പാരാബൈസാല എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഡിപ്ലോമൊണാഡ്സിലെ 2 സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയയും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് 4 ഫ്ലജല്ലയും ആണുള്ളതെങ്കിൽ പാരാബൈസാലയിൽ ഒരു സിംഗിൾ ന്യൂക്ലിയസും അതിനോട് അസോസിയേറ്റ് ചെയ്ത് സെവറൽ ഫ്ലജല്ലമാണ് കാണപ്പെടുന്നത്. അപ്പൊ അതാണ് പാരാബൈസാല ഫൈലം. ഇവരുടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ എക്സാമ്പിൾ ട്രൈക്കോമോണാസ് വജൈനാലിസ്. ട്രൈക്കോമോണാസ് വജൈനാലിസ് ഒരു പാരസൈറ്റ് ആണ്. അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പാരസൈറ്റ് ആണ്. മെന്നിലും വിമണിലും കാണപ്പെടുന്നു. അടുത്ത എക്സാമ്പിൾസ് ട്രൈക്കോനിംഫയും മിക്സോട്രിക്കിയും. ഇവര് രണ്ടുപേരും വുഡ് റോച്ചസിന്റെയും ടെർമൈറ്റ്സിന്റെയും ഒക്കെ ഗട്ടില് സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ട്രൈക്കോനിംഫയും മിക്സോട്രിക്കിയും. ഇവിടെ ട്രൈക്കോമോണാസ് വജൈനാലിസിന്റെ പിക്ചർ നമ്മുടെ സെൽഫ് സ്റ്റഡി മെറ്റീരിയലിൽ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് കാണാം ആക്സോസ്റ്റൈൽ. ആക്സോസ്റ്റൈല് ഇവരുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസ്, ഒരു സിംഗിൾ ന്യൂക്ലിയസ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് സെവറൽ ആയിട്ടുള്ള ഫ്ലജല്ല. സൂപ്പർ ഗ്രൂപ്പ് എക്സ്കവേറ്റയിലെ അടുത്ത ഫൈലമാണ് യൂഗ്ലിനോസോവ. യൂഗ്ലീന നമ്മൾ കേട്ടിട്ടുള്ള ടേം ആണല്ലേ. അപ്പൊ യൂഗ്ലിനോസോവ, ഫൈലം യൂഗ്ലിനോസോവ. ഇവരെ നോക്കുകയാണെങ്കിൽ ഇവർ പ്രഡേറ്ററി ഹെറ്ററോട്രോഫ്സ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ മിക്സോട്രോഫ്സ് ഉണ്ട്. അവരുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, അവരുടെ എൻവയോൺമെന്റ് അനുസരിച്ച് അവര് ഫോട്ടോസിന്തറ്റിക് ആവാം, അല്ലെങ്കിൽ അവരെ ഹെറ്ററോട്രോഫ്സ് ആവാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മിക്സോട്രോഫ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാരസൈറ്റ്സും ഈ ഫൈലത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ യൂഗ്ലിനോസോവയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവരുടെ സെൽ മെംബ്രെയിന്റെ അടിയിലായിട്ട്, സെൽ മെംബ്രെയിന്റെ ബിലോ ആയിട്ട് ഒരു സീരീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്. ഒരു സീരീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മൈക്രോട്യൂബ്യൂൾസ് ഇവരുടെ സെൽ മെംബ്രെയിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റിഫൻ ചെയ്തൊരു പെല്ലിക്കിളായിട്ട് ഫോം ചെയ്യുന്നു. ഈ പെല്ലിക്കിളാണ് യൂഗ്ലിനോസോവയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്ലജല്ലത്തിനുള്ളിൽ, ഇവരുടെ ഫ്ലജല്ലയുടെ ഉള്ളില് ഒരു സ്റ്റിഫൻഡ് ആയിട്ടുള്ള റോഡ് ഉണ്ട്. ഈ റോഡിന് ഒന്നെങ്കിൽ സ്പൈറൽ ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെ 2 ഫീച്ചേഴ്സ് ആണ് യൂഗ്ലിനോസോവയിലുള്ളത്. ഏതൊക്കെയാണ്? അവർക്കൊരു സ്റ്റിഫൻഡ് ആയിട്ടുള്ള പെല്ലിക്കിൾ ഉണ്ട്, അതായത് ഒരു മൈക്രോട്യൂബിൾ, ഒരു സീരീസ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഇവരുടെ സെൽ മെംബ്രെയിന്റെ തൊട്ട് ബിലോ ആയിട്ട് ഒരു സ്റ്റിഫൻഡ് പെല്ലിക്കിളായിട്ട് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ ഫ്ലജല്ലത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സ്റ്റിഫൻഡ് റോഡ് സ്പൈറൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. ഇവര് മിക്സോട്രോഫ്സ് ആണ്, അല്ലെങ്കിൽ ഇവര് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്, അല്ലെങ്കിൽ പ്രഡേറ്ററി ഹെറ്ററോട്രോഫ്സ്, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആണ്. ഇതൊക്കെയാണ് യൂഗ്ലിനോസോവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. യൂഗ്ലിനോസോവയെ വീണ്ടും സബ് ഫൈലം കൈനറ്റോപ്ലാസ്റ്റ ആയിട്ട് തിരിച്ചിരിക്കുന്നു. സബ് ഫൈലം കൈനറ്റോപ്ലാസ്റ്റയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് കൈനറ്റോപ്ലാസ്റ്റ്. കൈനറ്റോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവരെ കൈനറ്റോപ്ലാസ്റ്റ എന്ന് വിളിക്കുന്നത്. കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഓർഗനലാണ്. ഈ ഓർഗനൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു മാസ് DNA ഉള്ള ഒരു ലാർജ് മൈറ്റോകോൺട്രിയ ഫ്ലജല്ലത്തിന്റെ ബേസൽ ബോഡി ആയിട്ടുള്ള ഒരു അസോസിയേഷനിലൂടെയാണ് കൈനറ്റോപ്ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഓർഗനലാണ്.
അത് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ലാർജ് മൈറ്റോകോൺട്രിയൻ വിത്ത് എ മാസ് ഓഫ് DNA അസോസിയേറ്റഡ് വിത്ത് ബേസൽ ബോഡി ഓഫ് എ ഫ്ലജല്ലം. അപ്പൊ ഇങ്ങനെയാണ് കൈനറ്റോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ കൈനറ്റോപ്ലാസ്റ്റും സിംബയോസിസ് വഴിയാണ് ജീവിക്കുന്നത്. മറ്റുള്ള ഓർഗാനിസമായിട്ടുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴിയാണ് എല്ലാ കൈനറ്റോപ്ലാസ്റ്റും ജീവിക്കുന്നത്. ചിലര് പാത്തോജനിക് ആണ്, ചിലര് ഡിസീസസ് കോസ് ചെയ്യുന്ന ആൾക്കാരും ഇവരുടെ കൂടെ ഉണ്ട്. ഇനി ഇവര് ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ കാണപ്പെടുന്നു. ഫ്രഷ് വാട്ടർ, മറൈൻ, അതുപോലെയുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ഇവര് പാരസൈറ്റ്സ് ഉണ്ടെന്ന്. പ്ലാന്റ്സിലും ആനിമൽസിലും ഒരേപോലെ ഇവര് പാരസൈറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നു. അതാണ് കൈനറ്റോപ്ലാസ്റ്റയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി കൈനറ്റോപ്ലാസ്റ്റയെ വീണ്ടും ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കും. അതിൽ ആദ്യത്തെ ക്ലാസ് ആണ് ട്രൈപ്പനോസൊമാറ്റിഡ. ട്രൈപ്പനോസൊമാറ്റിഡയിലുള്ള മേജർ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു പോക്കറ്റ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നും 2 ഫ്ലജല്ല എറൈസ് ചെയ്യുന്നു. ഈ 2 ഫ്ലജല്ലേക്കും പാരാ ആക്സിയൽ റോഡും കാണപ്പെടുന്നു. ഇവരുടെ പോക്കറ്റിൽ നിന്നും 2 ഫ്ലജല്ല എറൈസ് ചെയ്യുന്നു. ഈ 2 ഫ്ലജല്ലേക്കും പാരാ ആക്സിയൽ റോഡ് കാണപ്പെടുന്നു. ഇവരെല്ലാവരും പാരസിറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ട്രൈപ്പനോസൊമാറ്റിഡയാണ് ആദ്യത്തെ ക്ലാസ്. അവരുടെ എക്സാമ്പിൾ ആരൊക്കെയാന്ന് നോക്കിയാൽ ട്രൈപ്പനോസോമ ഗാംബിയൻസ്, അതേപോലെ തന്നെ ട്രൈപ്പനോസോമ ക്രൂസി, പിന്നെ ലീഷ്മാനിയ. ട്രൈപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ട്രൈപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറഞ്ഞാല്. ട്രൈപ്പനോസോമ ക്രൂസി എന്ന് പറഞ്ഞാൽ ചഗാസ് ഡിസീസ് അല്ലെങ്കിൽ ഷഗാസ് ഡിസീസ് എന്ന് പറയും. അത് കോസ് ചെയ്യുന്ന ആൾക്കാരാണ് ട്രൈപ്പനോസോമ ക്രൂസി. ലീഷ്മാനിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാത്തോജനിക് ആയിട്ടുള്ള ആളാണ്. ഈസ്റ്റേൺ ഇന്ത്യയിലെ കാല ആസർ അല്ലെങ്കിൽ വിസറൽ ലീഷ്മാനിയാസിസ്, ബ്ലാക്ക് ഫീവർ എന്നൊക്കെ പറയുന്ന അസുഖം കോസ് ചെയ്യുന്നത് ഈ ലീഷ്മാനിയാണ്. ലീഷ്മാനിയ ഡോനോവാനി എന്നാണ് അവരുടെ സയന്റിഫിക് നെയിം. അവരാണ് ഈ ബ്ലാക്ക് ഫീവർ അല്ലെങ്കിൽ കാല ആസർ കോസ് ചെയ്യുന്നത്. ഇപ്പൊ ട്രൈപ്പനോസൊമാറ്റിഡ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? 2 ഫ്ലജല്ലയുണ്ട്. അവരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ 2 ഫ്ലജല്ല എറൈസ് ചെയ്യുന്നത്. ഇവർ പാരസൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ എക്സാമ്പിൾ ട്രൈപ്പനോസോമ ഗാംബിയൻസ് സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നു. ട്രൈപ്പനോസോമ ക്രൂസി ഷഗാസ് ഡിസീസ് കോസ് ചെയ്യുന്നു. ലീഷ്മാനിയ കാലാസർ അല്ലെങ്കിൽ ബ്ലാക്ക് ഫീവർ കോസ് ചെയ്യുന്നു. ട്രൈപ്പനോസോമ ഗാംബിയൻസിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡില് ട്രൈപ്പനോസോമ, അതേപോലെ തന്നെ റൈറ്റ് സൈഡില് ലീഷ്മാനിയ ഡോനോവാനി, നമ്മുടെ കാലാസർ കോസ് ചെയ്യുന്ന ആൾക്കാർ. ഫൈലം യൂഗ്ലിനോസോവയിലെ അടുത്ത സബ് ഫൈലമാണ് യൂഗ്ലീനിഡ. ഈ യൂഗ്ലീനിഡയില് അവരുടെ മെയിൻ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ തന്നെ പെല്ലിക്കിൾ, അവർക്ക് എന്തുണ്ട്? ഒരു സീരീസ് ഓഫ് മൈക്രോ ട്യൂബിൾസ് അവരുടെ സെൽ മെമ്പറിന്റെ തൊട്ട് താഴെ പെല്ലിക്കിളായിട്ട് ഒരു സ്റ്റിഫൻഡ് പെല്ലിക്കിളായിട്ട് ഫോം ചെയ്തിരിക്കുന്നു. ഫൈലം യൂഗ്ലീനിഡയില് സബ് ഫൈലം യൂഗ്ലീനിഡയില് ആദ്യത്തെ ക്ലാസ് ആണ് യൂഗ്ലിനോയിഡിയ. യൂഗ്ലിനോയിഡിയയില് നമുക്ക് അവരുടെ ഫീച്ചേഴ്സ് നോക്കാം. അവരുടെ ആദ്യത്തെ ഫീച്ചറാണ് അവർക്കൊരു പോക്കറ്റ് ഉണ്ട്. അവരുടെ അവരുടെ സെല്ലിന്റെ ഒരെൻഡിലായിട്ട് അവർക്കൊരു പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിൽ നിന്നും 2 ഫ്ലജല്ല എറൈസ് ചെയ്യുന്നു. ഈ 2 ഫ്ലജല്ലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഒരു ഫ്ലജല്ല സ്മോളും ഒരു ഫ്ലജല്ല ലാർജും ആണ് ഇവർക്ക് കാണപ്പെടുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? സബ്ഫൈലം യൂഗ്ലീനിഡയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് അവർക്ക് ഒരു സീരീസ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് സ്റ്റിഫൻഡ് പെല്ലിക്കിളായിട്ട് ഫോം ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ക്ലാസ് യൂഗ്ലിനോയിഡയില് അവർക്കൊരു പോക്കറ്റ് ഉണ്ട് അവരുടെ സെല്ലിന്റെ എൻഡിലായിട്ട്. അതിൽ നിന്നും 2 ഫ്ലജല്ല എറൈസ് ചെയ്യുന്നു. അതിലൊന്ന് സ്മോൾ ആണ്, ഒന്ന് ലാർജ് ആണ്. ഇവര് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. യൂഗ്ലീനിഡ സബ്ഫൈലം യൂഗ്ലീനിഡയിലെ ക്ലാസ് യൂഗ്ലിനോയിഡിയയിലുള്ള ആൾക്കാരെല്ലാവരും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലോറോഫിൽ ബി പ്രസന്റ് ആയിട്ടുണ്ട്. അവർക്ക് സൺലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥ വന്നാല് അവർ ഹെട്രോട്രോഫിക് ആയിട്ടും ആക്ട് ചെയ്യും. അതായത് അവർ മിക്സോട്രോഫ്സ് ആണ്. അവർക്ക് സൺലൈറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവർ ഓട്ടോട്രോഫ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സൺലൈറ്റ് ആബ്സെന്റ് ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഹെട്രോട്രോഫ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് മിക്സോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. അവരുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുഗ്ലീനയാണ്. യുഗ്ലീനയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ റെഡ് ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മയാണ്. ഈ സ്റ്റിഗ്മ അല്ലെങ്കിൽ റെഡ് ഐ സ്പോട്ട് അവരുടെ സെല്ലിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ലൈറ്റിന് നേരെ ഇവരെ ഓറിയന്റ് ചെയ്യുക. ലൈറ്റിന്റെ പ്രസൻസിൽ ഇവരെ ലൈറ്റിന് നേരെ ഓറിയന്റ് ചെയ്യുക എന്നുള്ളതാണ് റെഡ് ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഓർഗനലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ യൂഗ്ലീന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് എവല്യൂഷനില്. കാരണം ഇവരാണ് പ്ലാന്റ്സിനും ആനിമൽസിനും ഇടയ്ക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് യൂഗ്ലീനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് യൂഗ്ലീന എവല്യൂഷണറി സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒരു ലിങ്ക് ആയിട്ട് സയന്റിസ്റ്റുകൾ കാണുന്നു. പിന്നെന്താ, അവർക്ക് റെഡ് ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അത് അവരെ ലൈറ്റിന് ഓറിയന്റ് ആയിട്ട് കൊണ്ടുപോകുന്ന
ഒരു ഓർഗനലാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. യൂഗ്ലീനയുടെ പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ റെഡ് ആയിട്ടുള്ള ഐ സ്പോട്ട് ക്ലിയർ അല്ല, ബട്ട് ചില സ്ഥലത്ത് നമുക്ക് കാണാം റെഡ് ആയിട്ടുള്ള ഐ സ്പോട്ട്. ഇതാണ് യൂഗ്ലീന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി യൂഗ്ലീനിഡ സബ്ഫൈലം യൂഗ്ലീനിഡയിലെ ക്ലാസ് യൂഗ്ലീനോയിഡിയ. അവർക്ക് എന്തുണ്ട്? അവരുടെ എൻഡിലൊരു പോക്കറ്റ് ഉണ്ട്. അതിൽ നിന്നും 2 ഫ്ലജെല്ല റൈസ് ചെയ്യുന്നു. ഒരെണ്ണം സ്മോൾ ആണ്, ഒരെണ്ണം ലാർജ് ആണ്. അവര് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ക്ലോറോഫിൽ ബി പ്രസന്റ് ആണ്. പക്ഷേ സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അവരെന്ത് ചെയ്യുന്നു? ഹെട്രോട്രോപ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവരെ മിക്സോട്രോപ്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ യൂഗ്ലീനയാണ്. യൂഗ്ലീനയ്ക്ക് എന്തുണ്ട്? ഒരു റെഡ് ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മയുണ്ട്. അത് അവരെ സൺലൈറ്റിന് നേരെ, അവർ ലൈറ്റിന് നേരെ ഓറിയന്റ് ചെയ്യുന്നു. ഇവരാണ് കണക്ടിങ് ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നറിയപ്പെടുന്നത്. യൂഗ്ലീനയാണിത്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊരു പാർട്ട് 1 ആണ്. ഇത് നമ്മൾ പാർട്ട് 2 ആയിട്ട് ബാക്കി ക്ലാസിഫിക്കേഷൻ നമ്മൾ പാർട്ട് 2 എടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.